ഈ ഷൂട്ടിംഗ് നടക്കുന്ന ലൊക്കേഷനിൽ ഞാൻ ഒരാളെ ചവിട്ടി കൂട്ടി നശിപ്പിച്ച് നാറാണക്കല്ല് പിടിപ്പിച്ച് വെച്ചു എന്ന് അവൻ പറയുന്നു. അവന്റെ ക്യാമറ തല്ലിപ്പിടിച്ചു എന്ന് പറയും. ഇത് കഴിഞ്ഞിട്ട് ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ഷൂട്ടിംഗ് പിന്നെ തുടരാൻ പറ്റുമോ? അതുപോലെ ചേട്ടാ മറ്റൊരു ജീനീഷ് പറഞ്ഞ വാതിൽ ചവിട്ടി തുറന്ന്, അതായത് സ്ക്രിപ്റ്റ് റൈറ്റർ വാതിൽ ചവിട്ടി പൊളിക്കാനകത്ത് കേൾക്കട്ടെ, ഇത് കേക്ക്. അത്രയും വലിയൊരു സംഭവം ഒരു ചാനൽ, കേരളത്തിലെ ഒരു നമ്പർ 1 ചാനലില് അവര് മാത്രം വലിയൊരു വിഷയം നടന്ന ആ ഷൂട്ടിങ് പിന്നെ മുമ്പോട്ട് പോകുമോ? ഇല്ല, ഒരിക്കലും മുമ്പോട്ട് പോകില്ല. ഒരിക്കലും മുമ്പോട്ട് പോകൂല. തന്നെയുമല്ല, മെഡിക്കൽ റിപ്പോർട്ടില് അവന്റെ ശരീരത്തിൽ ഒരു പോറലുണ്ടെങ്കിൽ, ഒരു 3-4 കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ ശരിയാ. ക്യാമറ തല്ലി പൊളിച്ചു എന്ന് പറഞ്ഞ ക്യാമറ അന്ന് തന്നെ അവൻ മേടിച്ചുകൊണ്ട് പോയി അവിടുന്ന്. പാലാരിവട്ടം സ്റ്റേഷനിൽ നിങ്ങൾക്ക് പോയി ചോദിക്കാം. പിന്നെ മകേഷ് ഓരോരുത്തരുടെ വീട്ടിൽ കൂടെ പോയ കാര്യം, ഒരു മനുഷ്യന് ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞാൽ അവരുടെ മൈൻഡ് എന്തായിരിക്കും? അതൊരു മറ്റൊരു കാര്യം, സുധിച്ചേട്ടന്റെ വീട്ടിൽ പോയത് അത് ഫുൾ ഡ്രാമയായിരുന്നു എന്നൊക്കെ പറയണത്. എന്റെ സുഹൃത്തെ, എന്റെ ലിഗമെന്റ് ഇത് തിരിഞ്ഞു പോയിട്ട് തിരിയും. വണ്ടിയുടെ ഉള്ളില് സീറ്റിന്റെ ഇടയ്ക്ക് പോയിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയുമ്പോ അത് ഓൾറെഡി പണ്ട് ലിഗ്മെന്റ് പ്രോബ്ലം സ്റ്റാർ മാജിക്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത് നില ഉള്ള അതുപോലെ ശരീര തൂക്കം കൂടുമ്പം മനുഷ്യന് മുട്ടിനുണ്ടാവണ ഒരു പ്രശ്നമാണ് ലിഗ്മെന്റ് പ്രോബ്ലം. അത് നിലവിലുണ്ടായിരുന്നു. ഈ ഇടി കിട്ടിയപ്പോ ഈ ബാക്കിലെ സീറ്റിന്റെ അടിയിലേക്ക് കാലിറങ്ങി പോയിട്ട് നമ്മുടെ ശരീരം തിരിഞ്ഞാൽ മുട്ട അവിടെ തന്നെ ഇരിക്കുമല്ലോ കാലിന്റെ. സ്വാഭാവികമല്ലേ? ഒരു 3 മാസം റെസ്റ്റ് ഇല്ലാത്ത ഒരു ആക്സിഡന്റ് ഇല്ല ഇവിടെ. ഡോക്ടർ ചുമ്മാ തരുവാണ് ആ ബെൽറ്റ്. ആ ബെൽറ്റ് കെട്ടണത് തന്നെ കാലങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാതിരിക്കാൻ ആ ബെൽറ്റ് കെട്ടണം. അത് ലിഗ്മെന്റ് പ്രോബ്ലം നല്ല രീതിയിൽ ഇല്ലെങ്കിൽ മാത്രമേ ആ സാധനം തരുള്ളൂ. ഞാനിതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സ്റ്റാർ മാജിക്കിൽ വരുന്നത്. സ്റ്റാർ മാജിക്കിൽ വരുമ്പോ പോലും ആ സമയത്ത് ഞാൻ നടക്കാൻ പറ്റില്ല. അന്നേരം ബോക്കർ ആക്ഷൻ പറയുമ്പോഴേക്കുമ്പോ അവിടെ വരെ ബോക്കറിൽ വന്നിട്ട് ആക്ഷൻ പറയുന്ന സമയത്ത് ആ ബോക്കർ മാറ്റി വെച്ചിട്ട് ഞാൻ അവിടെ നിന്നെ. എനിക്ക് സ്റ്റൂളിട്ട് തന്നു. ഞാൻ ഓരോരുത്തരം പുറത്ത് പിടിച്ചാ നിന്നെ. ഇതെല്ലാം നമ്മൾ നുണ പറയണല്ല, അതിന്റെ കാര്യമില്ല സുഹൃത്തെ. മാർക്കറ്റ് ചെയ്യാനാണോ? എനിക്ക് തല അനങ്ങി കഴിഞ്ഞാൽ എനിക്ക് ഇയർ ബാലൻസിന്റെ പ്രോബ്ലം, അതുപോലെ ഇപ്പോഴും എന്റെ മുഖത്തെ ഒരു എല്ല് പൊട്ടിയിട്ട് ഇപ്പോഴും അത് വാഷ് ഇടാൻ പറ്റില്ല. മുഖത്തെ എല്ല് പൊട്ടിക്കഴിഞ്ഞാൽ അത് ഓക്കെ ആയിട്ടില്ല. അതേപോലെ എനിക്ക് മാനസിക സംഘർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേറെ. പിന്നെ ഒരു ആക്സിഡന്റ് പറ്റിയ ആള് എന്ത് ബിസിനസ് ചെയ്യാനാ? ഇപ്പൊ പോയി കഴിഞ്ഞാൽ എനിക്ക് അതെല്ലാം മൈൻഡില്. ഒരു വണ്ടി പെട്ടെന്നൊരു വണ്ടി ഇടിക്കുക, ആ വണ്ടി ഇടിച്ച ഒരാൾക്ക് ഗുരുതരമായ അവസ്ഥ പറ്റിക്കഴിഞ്ഞാൽ അവന്റെ ചിന്ത വേറെ ആയിരിക്കും. നമ്മൾ നോർമൽ മനുഷ്യൻ ചിന്തിക്കാറില്ല, അവൻ വേറെ തലത്തിൽ അവന്റെ ചിന്ത. ഞാൻ എങ്ങനെ ഇനി എന്റെ ഈ അവസ്ഥ മാറി ഞാൻ കുടുംബത്തിന്റെ കാര്യങ്ങൾ എങ്ങനെ നോക്കും, അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യം, ഇതൊക്കെയാ ചിന്ത. അല്ലാണ്ട് ഇപ്പൊ പോയാ മാർക്കറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊന്നും സോഷ്യൽ മീഡിയ ഞാൻ നോക്കാത്ത ആളാ. ചേട്ടൻ മറ്റൊരു പറയുന്നുണ്ട്, ഫേസ്ബുക്ക് പോലും ചേട്ടൻ നോക്കാൻ അറിയില്ല, ഫോട്ടോ ഇങ്ങനെ ഇടാൻ പോലും അറിയില്ലെന്ന് പറഞ്ഞുകൊണ്ട്. ഇല്ല, അതിനകത്ത് വേറെ ഞാൻ അതിനടുത്ത് വേറെ പറഞ്ഞു, ഈ ഗൾഫിൽ പോയിട്ട് ഫോട്ടോ ഇടാൻ പാടില്ലാത്ത ആളെങ്ങനെ ഫോട്ടോ ഇട്ടേന്ന്. എന്റെ കൂട്ടുകാരന്മാരും ഭ്രാന്തന്മാരും തലയ്ക്ക് വെളിവില്ലാത്തവരല്ല, അവര് ഫോട്ടോ ഇടുമ്പോ ഞാൻ ചോദിക്കും, ഇവിടെ അത് എനിക്കൊന്ന് ഇട്ടുക, ഒന്ന് ചെയ്യാവോ? അങ്ങനെ ഇടാൻ നോക്കി കഴിഞ്ഞപ്പോ ഇതിനകത്ത് കയറാൻ പറ്റുന്നില്ല. അപ്പോഴും ജിനീഷിനെ വിളിച്ച് ചോദിച്ചപ്പോ ജിനീഷ് മാറ്റിയിരുന്നു അപ്പോഴത്തേക്ക് ലാസ്റ്റ് സമയത്ത്. അപ്പോഴും എനിക്കതിനകത്ത് കയറാൻ പറ്റുന്നില്ല പേജില്. ഒരാള് പറയുന്നത് കണ്ണടച്ച് വിശ്വസിക്കലല്ലോ കാര്യം. ഒരു നാണയത്തിന് 2 വശമുണ്ട്. ചുമ്മാ ഒരു വശം കേട്ടിട്ട് ചുമ്മാ അങ്ങ് പൊങ്കാല ഇട്ടിട്ട് കാര്യമല്ലോ. ഒരാൾക്ക് അങ്ങനെ പറയാനുള്ളതുണ്ടല്ലോ, ഞാനല്ല അയാളുടെ പേജ് നോക്കി, അയാളാണ് എന്റെ പേജ് നോക്കിയത്. ഇതിന് 3 കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി, പറയാൻ വേറെ ഒന്നുമില്ല. എനിക്ക് എന്ന് പറയുന്ന വ്യക്തി എന്റെ ചില ആത്മബന്ധങ്ങളാണ് ഇതൊക്കെ. ജിനീഷ് പറയാൻ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചേട്ടന് പറഞ്ഞു വിട്ടു അവിടെ 2 മാസത്തേക്ക്. പിന്നെ ചേട്ടൻ അവിടുത്തെ മാനേജറിന്റെ മുമ്പിൽ ചെന്ന് കരഞ്ഞ് കാല് പിടിച്ചുകൊണ്ടാ തിരിച്ച് കയറി എന്ന് പറയുന്നുണ്ട്. അങ്ങനൊന്നും കരഞ്ഞ് കാല് പിടിച്ചാലൊന്നും ഒരു ചാനലും തോന്നുന്നുണ്ടോ? ഞാൻ അത്രയും വലിയ ഒരാളെ ഇടിച്ച് നശിപ്പിച്ച് കൊല്ലാക്കൊല ചെയ്ത ഒരു വ്യക്തിയെ പിന്നെ ആ ചാനലിനുണ്ടാവില്ല. ചാനലിനൊരു വിലയില്ലേ? അവിടെ നിൽക്കുന്നവർ പുള്ള കളിക്കണ ആളുകളാണോ? മാത്രമല്ലല്ലോ. അല്ല, ഒരു കുഞ്ഞ് ആർട്ടിസ്റ്റ് ഒരുത്തന്നെ അഹങ്കാരം കാണിച്ചിട്ട്
എന്നാ കുഴപ്പമില്ല, നീ കളിച്ചോ, നീ അവനെ ഇടിച്ചില്ലേ, കുഴപ്പമൊന്നുമില്ല പറയോ ശ്രീകണ്ഠൻ സാർ? അങ്ങനെ ഒരിക്കലും അറിയില്ല. ഒരിക്കലും അങ്ങനെ പറയില്ല. അത്രയും പേര്, അത്രയും ക്രൂ അവിടെ ഉണ്ട്. ഒരാള് പറയട്ടെ, ഞാൻ അവനെ ഇടിച്ച് അവന്റെ മൈകിനും മൂക്കിനും ചോരയും വരുത്തി അവന്റെ മുഖം വികൃതമായി അവന്റെ ശരീരം വലിച്ച് ഇടി ഉണ്ടാകുമ്പോ ഷർട്ട് വലിച്ച് കീറാം ഇല്ലേ? തിരിച്ചിങ്ങോട്ടും ഇടിക്കാലോ. അതാണ് ഇല്ലേ? ജിനീഷ് പറഞ്ഞ വാതിൽ ചവിട്ടി പൊളിക്കുകയായിരുന്നു. ഈ വാതിൽ ചവിട്ടി പൊളിച്ച് കയറി വരുമ്പോൾ ഈ വാതിൽ ചവിട്ടി പൊളിച്ച് കയറി വരുമ്പോ എന്തായാലും ഒരു 10 ഇടി ഞാൻ അവനടിച്ച് 1 ഇടി എനിക്കിട്ട് ഇടിക്കുവോ? ഉറപ്പായിട്ട് ഇടിക്കും. എന്റെ ദേഹത്ത് ഒരു പാട് വേണ്ടേ? ഞാൻ അവനെ രക്ഷിക്കാൻ വേണ്ടി പറയല്ല. എന്റെ ദേഹത്ത് അവന്റെ നഖം കൊണ്ട പാട്, ഇടിച്ച പാട് വേണ്ടേ? അല്ല ഞാൻ അവനെ ഇടിച്ച പാട് വേണ്ടേ? ഈ ക്യാമറ തല്ലി പൊളിച്ചു പറഞ്ഞാൽ ക്യാമറ പിടിച്ചാൽ അന്ന് തന്നെ പോയി. കാണിച്ച ക്യാമറ കാണിച്ചു, അതിനകത്തൊന്നുമില്ല. മെഡിക്കൽ റിപ്പോർട്ട് കാണിച്ച് ഒന്നുമില്ല അതില്. ഫ്ലവേഴ്സ് തന്നെ പറഞ്ഞു ക്യാമറ വാങ്ങിച്ചു കൊടുത്ത അവര് പറഞ്ഞു. ആര്? പിന്നെ ഫ്ലവേഴ്സ് ഇവന്റെ ക്യാമറ മേടിച്ചു കൊടുക്കാൻ ഇരിക്കുവാണോ? ആണോ? ഞാൻ ചോദിക്കട്ടെ. ഒരിക്കലും ഇല്ല. ഞാനും അവനും തമ്മിലുള്ള വിഷയം. അതിന് ഫ്ലവേഴ്സ് എന്താണ് അവന് ക്യാമറ മേടിച്ചു കൊടുക്കുന്നത്? ശരിയാണോ? ശരി. അല്ല, ഫ്ലവേഴ്സ് ചാനല് ഒരാൾക്ക് പുറമേന്ന് വന്നാലുള്ള ഞാനും അയാളും തമ്മിലുള്ള വിഷയം നടന്നു. ഞാൻ ക്യാമറ തല്ലി പൊളിച്ചു എന്ന് പറയുന്നു. ആ ക്യാമറ ഫ്ലവേഴ്സ് മേടിച്ചു തരുമോ? ഒരിക്കലും. കാര്യം വന്നിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഒരെണ്ണം അതല്ല ഇതാന്ന് പറയും. ഇത് ഒറ്റ കാര്യം മാത്രം നോക്കിയാൽ ഒരു ഷൂട്ടിംഗ് നടക്കുന്ന ഒരു വലിയ കേരളം അറിയപ്പെടുന്ന ഒരു ചാനലില് ഇത്രയും വലിയ ഇടി നടന്നിട്ട് അത് കഴിഞ്ഞ് ഷൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? അതിന്റെ ഡയറക്ടർക്ക് ഒരു വിലയുള്ളതല്ലേ? ആ ഡയറക്ടർ പിന്നെ എന്നെ വെച്ചിട്ട് ആ പ്രോഗ്രാം പിന്നെ കണ്ടിന്യൂ ചെയ്യുമോ? ഞാൻ അവനെ ഇടിച്ച് അവനെ നശിപ്പിച്ച് അവന്റെ ക്യാമറയും തല്ലി പൊളിച്ചെങ്കിൽ ഒരു മനുഷ്യനെ ഇടിച്ച് അവന്റെ വായിക്കടെ മുക്കിയുടെ ചോര വന്നിട്ട് ആക്ഷൻ എന്ന് പറഞ്ഞ് വീണ്ടും കോമഡി കളിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ജിനീഷിന് ചേട്ടനെ തകർക്കുക എന്ന ഉദ്ദേശം ഇല്ല. ഫേമസ് ആവാൻ വേണ്ടിയിട്ടായിരിക്കും പാവം അങ്ങനെ ചെയ്തത്. എനിക്ക് അതിനകത്ത് അതേ പറയാൻ പറ്റുള്ളൂ. ഒരാള് ഫേമസ് ആവാൻ വേണ്ടി, അല്ലാതെ ഇതിനകത്ത് എന്താണ് പറയാനുള്ളത്? ഞാൻ ആ വ്യക്തിയുടെ 10 രൂപ മേടിച്ചിട്ടില്ല. ഇത്രയും ജോലി ചെയ്ത് വെറും 10,000 രൂപ കൊടുത്തെന്നാണ് ജിനീഷ് പറയണത്. ഒന്ന് കേൾക്ക. അപ്പം 3 വർഷം 10,000 രൂപ ഈ വ്യക്തി നിന്നു. 3 വർഷം. പുള്ളി ഇത് ഞാനിവിടെ ഒന്നും പറയാനില്ല, അത് ശരിക്കാവില്ല. എന്താ പറയാ, പറയുന്നതിനൊരു ഇത് വേണ്ട. 3 വർഷം 10 രൂപ പോലും 10,000 രൂപയ്ക്ക് അവൻ യൂട്യൂബിനും ഫേസ്ബുക്കിനും പൈസ വന്നിട്ട് 1 രൂപ പോലും കൊടുത്തിട്ടില്ലെന്ന് പറയുന്നു. ഇത് പോട്ടെ, എനിക്ക് ചെയ്യാൻ പറ്റും. പൈസ കൊടുത്തില്ല എന്നുള്ളത് ഞാൻ മറ്റേ ചാനലിൽ ഞാൻ കാണിച്ചു, ഗൂഗിൾ പേ ചെയ്തത്. അതല്ലാതെ പൈസ കയ്യിൽ കൊടുത്തത് എത്രയോ, ഈ 3 വർഷം കൊണ്ട് എത്രയോ എന്തായാലും 1 രൂപ കൊടുത്ത് കാണും. അതല്ലേ? അല്ല, വേറെ കേസുണ്ട്. ഇവൻ പാലാരിവട്ടം സ്റ്റേഷനിലും നോർത്ത് സ്റ്റേഷനിലും പരാതി കൊടുത്തിട്ടുണ്ട്. പൈസ കൊടുത്തിട്ടില്ല എന്ന് അതിനകത്ത് എഴുതിയിട്ടില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. അങ്ങനെ എഴുതിയാൽ ഒരു വ്യക്തി എനിക്ക് പറയാനുള്ളൂ. തെളിവുകൾ ചേട്ടന്റെ കയ്യിലുണ്ടെന്ന് ജിനീഷിന് അറിയാം. അതായിരിക്കും പൈസ കാര്യം പറയാത്ത സ്റ്റേഷനില്. എങ്ങനെയാന്ന് ചുമ്മാ ഇതൊക്കെ എനിക്ക് ഒരു മനുഷ്യനെ കൊണ്ട് പറ്റാത്തൊരു പരിപാടി. ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയും, എങ്ങനെ പറയാൻ കഴിയും? എനിക്ക് മനസ്സിലാവണില്ല. 3 കാര്യം മാത്രം നോക്കിയാൽ ചാനലിൽ ഷൂട്ട് മുടങ്ങും, സ്റ്റേഷനിൽ റിപ്പോർട്ട് കാണിക്കണം, മെഡിക്കൽ റിപ്പോർട്ടും ക്യാമറ തല്ലി പൊളിച്ചതും ക്യാമറയും കാണണം. ആ ക്യാമറ അവിടെയില്ല, മെഡിക്കൽ റിപ്പോർട്ടിൽ അതിനകത്ത് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതാണല്ലോ മെയിൻ കേസ്. ഒരു ഷൂട്ടിംഗ് അത് കഴിഞ്ഞതിന് ശേഷം എത്ര എപ്പിസോഡ് ഞാൻ പോയി. ഈ ഷൂട്ട് സ്റ്റാർ മാജിക്കിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെങ്കിൽ അന്ന് തന്നെ ഒഴിവാക്കണ്ട. അത് കഴിഞ്ഞ് എത്ര എപ്പിസോഡ് ഞാൻ പോയി. അതെ. ജിനീഷ് പറഞ്ഞ 2 മാസം മാറ്റി നിർത്തി പിന്നെ ചെന്ന് കൈയും കാലും പിടിച്ചിട്ട് വീണ്ടും തിരിച്ച് താങ്കൾ കയറി എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ തല്ലുണ്ടാക്കിയതിന് ശേഷമുള്ള ഷെഡ്യൂളുകൾ ഞാൻ പോയിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അപ്പം വരണ്ടേ? അതെ. അതാണ് ചോദിക്കണേ. ഇവർ ആലോചിച്ചിട്ട് പിന്നെയാണോ മാറ്റണേ? അതെ.
അതാ ഞാൻ ചോദിക്കണേ. എനിക്ക് എന്റെ ചുമ്മാ അങ്ങൊരു വർത്താനം ചുമ്മാ ആളുകളങ്ങ് പറഞ്ഞ് എന്നിട്ട് കാര്യമില്ലല്ലോ, ഒന്നും വലിയ കാര്യമില്ല. അതാണ് അതിന്റെ സത്യാവസ്ഥ. ഇതിനകത്ത് നിങ്ങൾ കേട്ടിട്ട്, നിങ്ങൾ കോമൺ ആയിട്ട് കേൾക്കുന്ന, നിങ്ങളൊരു സാധാ മനുഷ്യനായിട്ട് നിങ്ങൾ കേട്ടിട്ട് ഇതിനകത്ത് എന്തെങ്കിലും ഒരു 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 പോയിന്റ് പറയാനായിട്ട് ഒരുപാട് പോയിന്റ് ഉണ്ട്. ചേട്ടന്റെ സൈഡ് അല്ല അല്ല എന്റെ സൈഡ് നിങ്ങൾ നിൽക്കണ്ട. ഞാൻ പറഞ്ഞതില് ഇത് കേരളത്തിലെ നമ്പർ 1 ചാനല്, ഒരു ചാനലില് ഇത്ര അടിപിടി നടന്നു. ആ ഷൂട്ട് ഉച്ച കഴിഞ്ഞ് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് തീർന്നു. അത് കഴിഞ്ഞുള്ള എപ്പിസോഡ് തന്നെ അന്ന് ഇറക്കിയുള്ളൂ തന്നെ. അങ്ങനെയാണെങ്കിൽ ആ നിമിഷം ഇവിടെ കഴിവില്ലാത്ത ആളുകളൊന്നുമല്ല സ്റ്റാർ മാജിക്കുകൾ, എല്ലാം പുലികളാ. വിനുവടിമാലിയിലും സ്റ്റാർ മാജിക്ക് പോവും. ആ ഷൂട്ട് തന്നെ ആ ഉച്ച കഴിഞ്ഞ് തന്നെ കട്ട് ചെയ്തിട്ട് ബാക്കി ഷൂട്ട് ചെയ്യണ്ടേ? ചെയ്തില്ല. അത് കഴിഞ്ഞിട്ടുള്ള ഷൂട്ടിന് തന്നെ വിളിച്ചു. ഇല്ലേ? ആ പിന്നെ എന്തെന്നാ പറയണേ? എന്തായാലും സത്യം ജനങ്ങൾ തിരിച്ചറിയട്ടെ ബിനുചേട്ടാ. അതൊക്കെ ഒരു വലിയ ബുദ്ധിമുട്ട്, വലിയ സങ്കടമാണ്. ഒരുത്തൻ നിന്നങ്ങ് പച്ചക്ക് എന്റെ ക്യാമറ പൊളിച്ചു ഇവന് ഫേമസ് ആവണമെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ആയിക്കോട്ടെ. ഇനിയിപ്പൊ ഞാൻ കാരണം ഒരുത്തൻ മലയാളത്തിൽ തിരിച്ചറിയുന്ന ഒരാളായില്ലേ? ഇനി അവിടെ നാം പിടിച്ചു കയറി പോട്ടെ, അവൻ രക്ഷപ്പെടട്ടെ. പോട്ടെ. ഒരാൾക്ക് നമ്മള് കുഴപ്പമില്ല, നമുക്കിത് നെഗറ്റീവ് അടിക്കും, കുഴപ്പമില്ല. ഒരാൾക്കൊരു പോസിറ്റീവായിട്ട് അവൻ ഇനി അതിലെ കയറി അവൻ അന്ന് റെഡി ആവട്ടെ. ജിനീഷിന്റെ നെഗറ്റീവ് കൊണ്ട് തകർന്നതല്ലല്ലോ ബിനുവടിമാലി എന്നൊരു നടൻ. ഇല്ല, എന്റെ സുഹൃത്തെ, നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം മേടിച്ച് കുടിച്ചാൽ നമ്മൾ അവനോട് കടപ്പെട്ടവനാ. അവൻ നമ്മളെ ആപത്തില് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തില് അവൻ 10 രൂപ എനിക്ക് കടം തന്നിട്ടില്ല, ഞാൻ അവനേ കൊടുത്തിട്ടുള്ളൂ. ആലോചിക്കേ. എനിക്ക് പിന്നെ ഒരു കാര്യം കൂടെ കേട്ടോ, കൊട്ടേഷൻ ടീമുകളായിട്ട് ബന്ധമുണ്ടെന്ന് എപ്പോഴേ അവനെ വാണിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ അവന്റെ വീട്ടിൽ ആളിയല്ലേ. ജഡ്ജിയായിട്ടൊരു ബന്ധമുണ്ടെന്ന് പറയണം. പിന്നെ ജഡ്ജിയെ പറയണില്ല. ചുമ്മാ അങ്ങ് വിളിച്ച് DGP, DYSP, മജിസ്ട്രേറ്റ്, ജഡ്ജി, എന്താ പറയണ? എന്തെങ്കിലും പറയട്ടെ. ഇത്രയും കേട്ടത് നിങ്ങൾക്ക് സാമാന്യ കോമൺ സെൻസിൽ ചിന്തിച്ചാൽ മതി, ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ. ഒരുപാട് നന്ദി. ശരി. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.